ചിലവുകൾ തടി നിറച്ചിടല്ലേ വെള്ളവരും പെട്ടപ്പെട്ട ചില്ലും തല കൊണ്ട ചില്ലും മുയൽ കരച്ചില്ലും ജനനികൾ തല തിരിച്ചില്ലും ചില പോയർ തക്കം തല നീക്കി മുറനീട്ടി സവികൾ അവരിലെ തക്കം മുളിയൂക്കി സബുറാക്കി നടയാൽ നടക്കുന്ന രാജ്യത്തെ തികുമ്പെടുന്ന് മല്ലിക്കിന്റെ പൊതിരൂള്ളാൽ കൊണ്ട് പോകപ്പെടും തുടികൾ മുഷിക്ക് മുതിരുവിൻ കൊണ്ട അവർ വിണ്ട് നടപ്പടി കൊണ്ട ചെണ്ടയിലൊരുക്കമായി ചെണ്ടത്ത് പ്രതികൾ പഞ്ചിപ്പെട്ടി പറസം മുതൽ തേടി മുഷക്കമായി കിട്ട പിടിച്ചോളം വിളി വിളി മഹത്താളം ചെങ്കല്ല വച്ച് താളം സംഗീത ഫലമേളം ഫിന്ദ സന്തത്തെ മടந்த ബന്ധുക്കൾ മികந்த എന്നന്ത ചുഷന്തതാൽ പ്രതികൾ ബന്ധുവന്നുള്ളിൽ നിന്ന് വിധിപ്പട ബന്ധമായി ബന്ധമെന്തുറിയാടി യൗവനം മുതലാടി ഇന്ത്യക്കനിയോടി യുവമലക്കൾ പാടി. ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ പേര് മനസ്സിലായണോ? ഇല്ല, മനസ്സിലായില്ല. പടപ്പാട്ടിൽ അങ്ങനത്തെ പാട്ടുണ്ട്, വേറെ പടപ്പാട്ടുണ്ട്, ബദരീങ്ങളെ പടപ്പാട്ട്. അത് മോയിൻകുട്ടി വേദിരുന്നുണ്ട്. അത് നമുക്ക് തുടങ്ങിയാൽ പിന്നെ കുറച്ച് തോനെ പറയേണ്ടി വരും, അല്ല നമുക്ക് കുറച്ചൊക്കെ പാടാം. പക്ഷെ ആ മോയിൻകുട്ടി വേദിർ അല്ലാത്തവർ രചിച്ച ബദരീങ്ങളത്തെ അവസരമൊക്കെ മനസ്സിലാവുകയും ചെയ്യും, കുറച്ചൊക്കെ തിരിയും അല്ലേ? ഞാൻ പാടിയോ കണ്ടിട്ടോ? അങ്കിങ്കും പൊങ്കും ചെറുപങ്കജ സ്വർഗംഗന ഗംഗീമ കിരികിട തങ്കരതങ്ങൾ പൊങ്കുമലങ്കൃത മുത്ത് മുഹമ്മദ് മുസ്തഫ തോകാത്തന്റെ പദവികൾ നിത്യമരുത്തമരായ സഹാബികളാം ബദരീങ്ങളെ മുന്തിയ ദീനിനെ ചന്തമതൂട്ടാനായി ചുടിച്ചോരി ചിന്തിയ മുത്തുടമാതി മുന്നണി നിന്നിടി മുപ്പ് സ്ഥാനത്ത് കൊട്ടാരം വിവിധ തിരമായുധ മീറ്റത്തിൽ കൈകളുമായി അവരോട് ജിഹാദവ ചിക്കുവതിന്നുള്ളൂറ്റത്തിൽ മാതി മാതി ചാവർ വെട്ടി ചണി തെറ്റി കൂതി കൂതി ചണി തെറ്റി മാതി മാതി ചാവർ വെട്ടി കൂതി കൂതി ചണി തെറ്റി ചിത്തരുമെന്തൊരു കീമാ 313 മഹാന്മാർ അങ്കിങ്കും പൊങ്കും ചെറുപങ്കജ സ്വർഗംഗണ ഗംഗേമ കിരികിട തങ്കര തങ്ങളി പൊങ്കുമലങ്കൃത മുത്ത് മുഹമ്മദ് മുസ്തഫ തോകാത്തന്റെ പദവികൾ പെത്തവരുത്തമരായ സഹാബികളാം ബദരീങ്ങളെ മുന്തിയ ദീനിനെ ചന്തമതൊട്ടാനായി ചുടിച്ചോര ചിന്തിയ മുത്തുടമാതിരി ഉത്തമരം ശുഹദാക്കളെ എത്തിടവേ നൂറുത്തെ ജില്ലി ജൊലിക്കും മുത്തുറസൂൽ ഉത്തമർക്കുള്ള കുളത്തിലെ വെള്ളം കോരുവാൻ എത്രയോ അടപൊത്തവനായ മൂടൻ അസുവത് വന്ന് ഇത്തിരി തണ്ണീരെടുത്ത് കൊടുത്ത് മുഹമ്മദ് മുസ്തഫ തോകാത്തന്റെ പദവികൾ പെത്തവരുത്തമരായ സഹാബികളാം ബദരീങ്ങളെ മുന്തിയ ദീനിനെ ചന്തമതൊട്ടാനായി ചുടിച്ചോര ചിന്തിയ മുത്തുടമാതിരി ഉത്തമരം ശുഹദാക്കളെ. അത് മനസ്സിലായല്ലേ? ബദരീങ്ങളെ തവസ്സുലാണ് കുറേ വിഷയം മനസ്സിലാവും. പടപ്പാട്ടിന് അങ്ങനെ കുറേ പട നടന്നിട്ടാണ്. അതൊക്കെ പറയുമ്പോൾ തന്നെ പിന്നെ അത്താഴത്തിന് ഇവിടെ തന്നെ കൊണ്ടുവരേണ്ടത്. നോമ്പൽക്കല്ലേ ഉണ്ടല്ലേ? നോമ്പ് നോൽക്കലുണ്ടോ വെച്ചാൽ ഇങ്ങനെ ആക്കിയാൽ മതി. നോറ്റണോ നോറ്റില്ല അല്ലേ? സ്കൂളിൽ പഠിച്ചോന്ന് വെച്ചാൽ പഠിച്ചണോ ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പഠിക്കില്ല എന്നല്ല പറഞ്ഞേ. കിട്ടിയാലോ പഠിച്ചിട്ട് അല്ലേ? ആയിക്കോട്ടെ, അള്ളാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഇന്നെന്തൊരു മൂഡ് ഓഫ് ഉണ്ടോ? ഒന്നില്ലേ? പറഞ്ഞില്ലേ? ഇതില്ലേ? മുഹമ്മദ് മുസ്തഫ സലാത്ത് ചെല്ലാത്ത പരിപാടി വേണ്ട. അപ്പൊ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇതിന്റെ മുന്നിൽ വെച്ചാൽ മതി, കഴിഞ്ഞാൽ പോവാൻ മതി. കാരണം ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ ഒന്നിന് 10 സാധാരണ കിട്ടുന്ന പോലെ 70, 700, 7000, 70,000 അങ്ങനെ പോകും സ്വലാത്തിന്റെ കൂലി. എല്ലാത്തിനും കൂലി ഇട്ടു. ഖുർആൻ ഓതുമ്പോൾ കൂലി ഇട്ടു. ആ സൂറത്ത് ഓതിയിട്ട് ഒരാൾ ഉറങ്ങുന്നു,
ഉറങ്ങുമ്പോ തൊട്ട മുന്നിലൊരാള് ആരാ? നിങ്ങൾ ആരാ? ഞാനും മലക്കാണ്. മലക്കോ? നിങ്ങളെ കയ്യിലെന്താ? നിങ്ങൾ ഓതിയ ഖുർആനില്ലേ ഇന്ന്, ആ ഓതിയതിന്റെ കൂലി എഴുതിയ ഏടാണ്. അതൊന്ന് കാണട്ടെ. നോക്കുമ്പോ ഓരോ അക്ഷരത്തിന്റെ ചോടെ 10 10 10 10 10 തോഹ. ഓരോ അക്ഷരം അതിന്റെ ചോട്ടിൽ ഇങ്ങനെ 10 10. കുറച്ച് സ്ഥലത്തിപ്പോ ബ്ലാങ്ക് ഒന്നുമില്ല. എന്താ ഇത്? ഒന്നുമില്ലല്ലോ. അപ്പൊ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ അതിലൂടെ ഒരാൾ കടന്നു വന്നു. പിന്നെ നിങ്ങൾ ഓതുന്നത് മൂപ്പര് കേൾക്കാൻ വേണ്ടിയാണ്. അപ്പൊ കൂലിട്ടില്ല. ഏതുപോലെ അറിയോ? ഏതോ നിങ്ങളാരും കേട്ടോ, ഒരു ചങ്ങായി. ആ ചങ്ങായി പള്ളിയിൽ നിന്ന് അങ്ങനെ ആരുമില്ല, നല്ല ഇഖ്ലാസിൽ ആത്മാർത്ഥതയില് അല്ലെങ്കിൽ ഒരു താത്ത, ഒരു വീട്ടിലെ മരുമകളാണ്. മരുമകൾ ഇങ്ങനെ വല്ല ഓത് ആരും കേൾക്കണില്ല. അപ്പോഴാണ് അമ്മായിമ വല്ല വരുന്നത്. അമ്മായിമ അങ്ങോട്ട് വന്നപ്പോ, അല്ലെങ്കിൽ ആ പള്ളിയിൽ ഓതി ഇരിക്കുന്ന ആളടുത്തേക്ക് പള്ളിന്റെ സെക്രട്ടറി പ്രസിഡന്റ് കൂടി ഇങ്ങോട്ട് വന്നപ്പോ ഓത്ത് ചൂട് മാറി. പിന്നെ മൂപ്പര് കേൾക്കാൻ വേണ്ടി, ഞാനൊരു ഓത്തുകാരനാണ്, ഞാനൊരു സംഭവമാണ്. അതിന് ഓതിയപ്പോ 1 2 പോയി. ചില ആൾക്കാര് 3 ഖത്തം 5 ഖത്തമൊക്കെ തീർത്തിട്ട് പെരുന്നാളിന്റെ അന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞാല് ഇറച്ചി വാങ്ങാൻ, നിങ്ങളെ ഭാഷ പറഞ്ഞ മാംസക്കടയിൽ മാംസം വാങ്ങാൻ വേണ്ടി വന്നപ്പോ ഇക്കൊല്ലം 3 ഖത്തമേ ആയുള്ളൂ. എന്തിനാ അത് 100 ആളെ ബോധിപ്പിക്കാൻ? അപ്പൊ സ്വലാത്ത് ജില്ലയില് കൂലി ചൊല്ലിയ തിരട്ടി ഇവിടെ ഏതാ വലത്തോടത്തോ വലതല എന്റെ ഫലത്തിലെ. അപ്പൊ നിങ്ങൾ എന്താക്കാന്നറിയോ? സ്വലാത്ത് ചൊല്ലിയാൽ ഇവിടെ ഒന്ന് ഈമാൻ വർദ്ധിക്കും, ദോഷം പദവി കൂടും, സ്വർഗം കിട്ടും. നമുക്ക് ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. നിങ്ങൾ പാട്ട് കാത്തിരിക്കില്ലേ? മുഹമ്മദ് മുസ്തഫ മുന്നിലിരിക്കുന്നവർക്ക് മാത്രം നല്ല കൂലി കിട്ടണ്ട്. ദോഷം പൊറുക്കാനും സ്വർഗത്ത് പോകാൻ എല്ലാവർക്കും കൂലിയില്ലേ? കൂലി ഉണ്ടോ ഇല്ലേ? പിന്നെ എല്ലാവർക്കും ചൊല്ലിക്കൂടെ മുഹമ്മദ് മുസ്തഫ. അപ്പൊ പടപ്പാട്ട് പല ഐറ്റംസ് ഉണ്ട്. മോയിൻകുട്ടി ഇതിലെ പാട്ടിൽ വേറൊരു ത്രില്ലാണ്. വേറെ സാധാരണ പാടുന്ന പാട്ടിന് ബദറിലെ പോരാട്ടം, കുഫറിന്റെ തിരിഞ്ഞോട്ടം, വടികളും വാളുകളില്ല, വിജയവേമാനേട്ടം, വിജയിച്ച മുത്തഖികളിൽ 313 വിജയിച്ച മുത്തഖികളിൽ 313 റസൂലുള്ളാഹിച്ചൊരു നിഅമത്തിൻ സൈന്യം, റഹ്മാന്റെ റഹ്മത്താൽ കരമിറ്റ പുണ്യം, റമദാനിൽ 17 ബദറിൽ ധന്യം. അല്ലാഹു അക്ബറിന്ന് ഉറക്കെ പാടി, അല്ലാഹുൽ ഗുയൂബിന്റെ സ്തുതിയുമോദി, ബദറിലെ പോരാട്ടം, കുഫറിന്റെ തിരിഞ്ഞോട്ടം, വടികളോ വാളുകളില്ല, വിജയവേമാനരിൽ നേട്ടം, വിജയിച്ച മുത്തഖികളിൽ 313 വിജയിച്ച മുത്തഖികളിൽ 313. ഇങ്ങനത്തെ പാട്ടുണ്ട്. ഇങ്ങനെ തിരിഞ്ഞെയ്യും, എന്നാലും പടപ്പാട്ടുമാണ്. ഈ ഭജനത്തിനെ പറ്റിയിട്ട് നല്ല വൃത്തിയുള്ള പാട്ടുണ്ട്. പാടി വരട്ടെ. ബദരീങ്ങളെ പെറ്റ നാട് കാണാൻ ബഹ്റാലയും നീന്തി വന്നവൻ ഞാൻ. ബദറും ഉഹദത്രയോ പോർക്കളങ്ങൾ, ഇന്ന് ബൈത്തുകൾ മോളുന്ന കാറ്റലകൾ. ബദരീങ്ങളെ പെറ്റ നാട് കാണാൻ ബഹ്റാലയും നീന്തി വന്നവൻ ഞാൻ. ബദറും ഉഹദത്രയോ പോർക്കളങ്ങൾ, ഇന്ന് ബൈത്തുകൾ മൂടുന്ന കാറ്റലകൾ. ഈ പടപ്പാട്ടിലെ എല്ലാ ആൾക്കാർക്കും ഇഷ്ടമുണ്ടാകുന്ന ഒരു പാട്ടാണ്. എന്താ
മോയിൻകുട്ടി പാട്ട്. ഞാൻ സ്കൂൾ പഠിച്ച കാലത്തൊക്കെ മാപ്പിള മഹാകവി മോയിൻകുട്ടി രചിച്ചിരുന്ന ജഡ്ജസ്മാർക്ക് ഒന്ന് ഉഷാറാവും. പിന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ അങ്ങനത്തെ ഒരു കാലം ഉണ്ടായി. ഇപ്പോഴും ആ പാട്ടിന് ത്രില്ലാണ്. നിങ്ങൾ കേട്ടില്ലേ മക്കളെ? മോയിൻകുട്ടിയുടെ പാട്ടൊക്കെ കേട്ടില്ലേ? നിങ്ങൾക്ക് അതൊന്നും വേണ്ടേ? സിനിമ പാട്ടാണ്, സിനിമ പാട്ട്. മുമ്പ് മലപ്പുറം ജില്ലയിലെ സ്ഥലത്ത് പരിപാടിക്ക് ചെന്നപ്പോൾ ഒരു ആ സ്റ്റേജിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു അംഗവൈകല്യൊരു കുട്ടി മുന്നിൽ വന്നപ്പോൾ പാവം തോന്നി. പാവം സ്റ്റേജിൽ കയറുന്നത് തൊട്ട കൂടുതൽ ഒരു 4-5 ആൾക്കാർ 5-8 ഉണ്ടാവും. എല്ലാം കൂടെ കണ്ട് കയറി സ്റ്റേജിൽ എല്ലാത്തിനും ബാക്കിൽ ഇരുത്തി. ഞാൻ ചോദിച്ചു, മക്കളെ നിങ്ങളെന്നെ പാട്ട് പാടണം? ആ പാടുന്നതാണ്. ഏതാണ്? അന്ന് ഒരു പാട്ട് ഇറങ്ങിയ കാലാണ്. പള്ളി പുതുപ്പള്ളി തന്നെ പാട്ടാണ്. പൊന്നാര മക്കളെ വേണ്ടാറിഞ്ഞ ഇങ്ങനത്തെ പാട്ടൊക്കെ എപ്പോഴും ഇഷ്ടമാണ്. ആണല്ലോ. ഈ ഖബറിനെ പറ്റി പറയുകയാണെങ്കിൽ ഖബറിന് സാധന മരിച്ചിട്ട് കൊണ്ടുവയ്ക്കണ സ്ഥലല്ലേ? ഖബറിനെ പറ്റി പറയുകയാണെങ്കിൽ സിനിമന്റെ ട്യൂണിൽ പാടിയാല് ഖബർ ഓർമ്മാവൂല കേട്ടോ. സിനിമ ഓർമ്മാവും, ഖബർ ഓർമ്മാവൂല. ഏതോ ഒരു നാളിൽ നാം റൂഹിൽ പിടിക്കുമ്പോഴെല്ലാരും മരണം വരവേൽക്കും. രാജാവും മിസ്കീനും മരണം രുചി നോക്കും. രാജന്റെ മുമ്പിൽ നാമ സിനിമക്കോണാളാ. ഞാൻ പോവില്ല കേട്ടോ, പോകൂല്ല, പോണ ഇഷ്ടമില്ല. പിന്നെ എവിടുന്നത് കിട്ടി പാട്ട്? ഞങ്ങൾ രാമനാട്ടുകര എന്ന സ്ഥലമാണ്, കോഴിക്കോട്. അവിടെ എന്താ അവിടെ ഈ കാസറ്റ് പഴയ കാലത്ത് ഈ ഇങ്ങനെ തിരിഞ്ഞൊരു കാസറ്റ് കുട്ടികൾക്ക് അറിയില്ല. ആ കാസറ്റിൽ പാട്ട് ഇങ്ങനെ കേൾക്കും, ബസ്സിൽ കാത്തുക്കും. പക്ഷെ അന്ന് മെമ്മറി ഫുൾ ഫ്രീ ആണ്. ഏത് പാട്ട് കേട്ടാലും അവിടെ ഉണ്ടാകും. അന്ന് കേട്ട പാട്ടിന്റെ പാരഡി ഇങ്ങനെ ഇറക്കും. ഒരു ദിവസം ഒരു അർബനമുട്ട് തുടങ്ങിയപ്പോൾ കുറച്ച് പ്രായമുള്ളവർക്ക് വലിയ മത്സരമാരെ അങ്ങനെ കളിക്കാൻ പോയപ്പോൾ കൊയിലാണ്ടിയിൽ വെച്ചിട്ട് പരിപാടിക്ക് ഒരു പാട്ട് പാടി സദസ്സിന്ന് ഡാൻസ് പാടി. നിങ്ങൾ ഡാൻസ് കളിക്കരുത്, ഞാൻ അത് പാടൂല. ഇവിടെ ഞാൻ വായിച്ചിട്ടുള്ളൂ, പാടൂല. ആ ഡാൻസ് കളിച്ചപ്പോ പിന്നെ പാട്ട് പാടാൻ പേടിയാ. സംഗതി പാട്ടിന്റെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ട്യൂണ് സിനിമന്റെ പാട്ടിന്റെ ട്യൂണാ. അപ്പൊ സിനിമക്ക് വേണ്ടി കിട്ടിയല്ല ബസ്സിന് കാത്തുമ്പോ പാട്ട്, ഒരു തമിഴ് പാട്ട് അവിടുന്ന് കേട്ട് ഞാൻ ദർസ് പോയിട്ട് ഇപ്പൊ മുദരിസായ ഒരു കൂട്ടുകാരുണ്ട്, മുഹമ്മദ് എന്റെ പേര്, വയനാട്ടുകാരനാണ്. അന്ന് മേഡം മുഹമ്മദേ ഞാനൊരു പാട്ട് കേട്ടോ, അടിപൊളി പാട്ടാറിഞ്ഞു എന്നാ പാടുകാരൻ. ഞാൻ എന്റെ പരിപാടി കൊടുത്താൽ പാട്ടായിരുന്നു. ഓനും ഞാനും കൂടെ ഒരു പാട്ടുണ്ടാക്കി. ആ പാട്ട് ഒരു 10-20 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ പാടുന്നത് സ്റ്റേജിൽ. അപ്പോഴാണ് കളിച്ചത്. പക്ഷെ പിന്നെ ഞാൻ കളിച്ചതിന് ശേഷം പാടാനൊരു മടിയാണ്. പക്ഷെ വരി ഞാൻ വായിച്ച അങ്ങ് മനസ്സിലാവും ഏത് ഇങ്ങനെ ഒരു പാട്ട് അങ്ങനെ ഉണ്ട്. എല്ലായിടത്തും കേൾക്കുന്ന പാട്ടാണ്. ഇപ്പൊ ഈ വോട്ടെടുപ്പൊക്കെ വരുമ്പോ ആ പാട്ടിന് കൊണ്ട് ഇക്കൊല്ലം പുതിയ പാട്ട് ഇങ്ങനെ വരുന്നുണ്ട്. കുറേ മുന്നുള്ള ഒരു സിനിമന്റെ പാട്ടാണ്. സിനിമന്റെ പാട്ട് സാരിയാൻ വേണ്ടിയിട്ടില്ല. അന്ന് അങ്ങനെ കേട്ട് ഞാൻ പാടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഒഴിവാക്കി വരി വായിച്ചതെന്നാണ് പാടിയാല് ചിലപ്പോ ഇവിടെ എന്താവുന്നൊരു എന്താ തിയേറ്ററോ കാരണം പിന്നെ മുട്ടി വേണം എന്റെ കൂടി പിന്നെ ഗുൽമാലാണ്ട ഞാൻ വായിച്ചുതരാം കേട്ടോ. നാട്ടുകാരൻ ന്യായമില്ല വീട്ടുകാരൻ, സ്നേഹമില്ല മോട്ടുകാരൻ, പെരുമപാടും പാട്ടുകാരൻ, മക്കാമണ്ണിൽ കൂട്ടുകാരൻ, കള്ളടിക്കും ആട്ടക്കാരൻ, കൊല നടത്തും വേട്ടക്കാരൻ, ഇറുക്കമുള്ള മനസ്സുകാരണ്ട, അവൻ ബിംബങ്ങൾക്ക് സ്വന്തക്കാരണ്ട, അവൻ്റെ ആ തോസ ബിംബങ്ങൾക്ക് സ്വന്തക്കാരണ്ട. എടാ ഹമുക്കഥാ ചെറുക്കഥ. അതിന്റെ ഒറിജിനാലിറ്റി എന്താ നിങ്ങൾക്ക് അറിയാം? ആ ചെറി കാണുമ്പോൾ മനസ്സിലാവും, അറിയുന്നു. അതന്നെ അജിക്ക് കുമുക്ക് അതിന്റെ നേരെ നോക്കി അതിന്റെ രണ്ടാമത്തെ വരികയാണല്ലോ, അന്ന് കേട്ടതാട്ടോ. അന്ന് മെമ്മറി ഫ്രീ. അതിന്റെ പാരഡി എന്താണെന്നറിയോ? 100 ബിംബങ്ങൾ കാവിൽ സൂക്ഷിച്ച് നമുക്ക് ചെറുക്ക് വലിച്ചു കുടിച്ച് തുടങ്ങിയ പരിപാടി. എന്നിട്ട് പിന്നെ ബാക്കിയൊന്നുണ്ട്. അവിടെ വഴി കാട്ടി അഹമ്മദ് നബി നീട്ടി, ഖുർആൻ മൊഴി കാട്ടി, അന്നവർ മറുകാട്ടി. അപ്പൊ ശരിയായില്ലേ? മക്കാരെ പറ്റിയുള്ള പാട്ടാണ്. അതിന്റെ ഒറിജിനാലിറ്റി പാട്ട് ഇത് ചെറിയ മാറ്റമേ ഉള്ളൂ. പക്ഷെ ഒന്ന് നല്ല അർത്ഥമുണ്ട് എന്ന് ചിലർക്ക് മനസ്സിലാവൂല. നോക്കി നിങ്ങള് ഓട്ടോക്കാരൻ നായ തിരിഞ്ഞ് റോട്ടുകാരൻ നല്ല വങ്ക അങ്ങനെ പോണ്ട്. നാട്ടുകാരനായമില്ല വീട്ടുകാരൻ, സ്നേഹമില്ല മോട്ടുകാരൻ, പെണ്ണയെ മൂടും കൂട്ടക്കാരൻ, കള്ളടിക്കും ആട്ടക്കാരൻ. ഇത് പിടിച്ചിട്ട്
യൂട്യൂബിലിട്ടാ വലിയൊരു സിനിമന്റെ പാട്ടാണ് അതോ അള്ളാഹു താല കാത്തിരിച്ചു. കാരണം നമുക്ക് അങ്ങനത്തെ പാട്ട് വേണ്ട, വേറെ ആളെ പാട്ടില്ലേ. നമ്മളവിടെ പരിസരത്ത് ഇവിടുന്നാണ്ട് പോകുമ്പോ ചാലക്കുടി അതിലങ്ങനെ പോകുമ്പോൾ ഒരാളില്ലേനോ മരിച്ചുപോയി എന്താട്ടാ മനസ്സിലായില്ലേ? ആ മനസ്സിലായി. ആ പാട്ട് നമുക്ക് വേണ്ട, നമുക്കതൊന്നും വേണ്ട. നമുക്ക് ഈ ബദർപ്പളന്റെ പാട്ട് മര്യാദക്ക് കേട്ടണ്ടല്ലോ, ഒരു സുഖാണ്. പിന്നെ മധുഹന്റെ പാട്ട് നമുക്ക് കേൾക്കണം, അത് നമുക്ക് പാടണം. ഇതൊക്കെ തിരിയാത്ത പാട്ടാണ് മക്കളെ വേണ്ടിയത്, അക്ഷരം തിരിയാത്ത വേണ്ടി. അതിന്റെ ആൾക്കാരുണ്ട് ഒരു 4 പേര് ഞാൻ വേറെ പാടി തരും, എന്നിട്ട് ബദർ കൊടുക്കാം. ബദർ തുടങ്ങല്ല, ബദർ പാടാം. നമുക്ക് വൃദ്ധല്ലാണ്ട് എന്തെല്ലാം പരിപാടി ഉണ്ട്. ഇൻഷാ അല്ലാഹ് തങ്ങൾ വരുമ്പോൾ നമ്മൾ പരിപാടി നടക്കണം, തീർത്തു കൊടുക്കണം. തങ്ങൾ ദ്വാരക്കും. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ ഓരോ സ്വർഗാവകാശം ഇങ്ങനെ ആയി, നരകമോചിതരായി ഇങ്ങനെ പോകും. അതിനൊക്കെ ഇടക്കിടക്ക് വരട്ടെ സലാത്ത് മുഹമ്മദ് മുസ്തഫ. ഇൻട്രസ്റ്റിന് ശരിയല്ല, നമുക്ക് അക്ഷരം തിരിയാത്ത പാട്ട് വരുള്ളൂ. മുഹമ്മദ് റസൂലുള്ളാഹി അഞ്ചഞ്ചും എന്തെങ്കിലും തീർന്നോ? ഒരു വലിയ ചെറുങ്ങനുണ്ട്.